ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോകാം. അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും മുന്നിലേക്ക് പോകുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യമുനയിൽ തന്നെയാണ് ഇപ്പോഴും. 2019 സ്വർണ്ണപ്പാളികൾ അത് ബംഗളൂരുവിലും ഹൈദരാബാദിലും എത്തിച്ചു എന്നുള്ള പോറ്റിയുടെ മൊഴിയുണ്ട്. ഹൈദരാബാദിൽ 1 മാസം ഈ പാളി സൂക്ഷിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് എന്നതിൽ മാത്രം കൃത്യമായിട്ടുള്ള മറുപടി പോറ്റി നൽകുന്നില്ല. പൂജിക്കാൻ സൂക്ഷിച്ചു എന്ന പോറ്റിയുടെ മൊഴി SIT ഇതുവരെയും വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനന്തൻ, അങ്ങനെ ചോദ്യമുനയിലാണ്. ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ മൊഴിയുടെ എന്തെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ, സൂചനകളൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? പൂജ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ്. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനമായും SITക്ക് അറിയേണ്ടത് 2019 ജൂലൈയിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ യഥാർത്ഥ സ്വർണ്ണപ്പാളി അത് ബംഗളൂരുവിലും ഹൈദരാബാദിലും എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുവന്ന് ഉരുക്കി സ്വർണം വേർതിരിച്ചെടുത്തു, അത് സ്വന്തമാക്കി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇപ്പോഴത്തെ മൊഴി. പക്ഷേ ഹൈദരാബാദിൽ നാഗേഷിൻ്റെ പക്കൽ എത്തിയതിനു ശേഷം 39 ദിവസം കഴിഞ്ഞാണ് സ്മാർട്ട് ക്രിയേഷനിലെത്തിയത്. അവിടെ 1 മാസത്തോളം എന്തിനാണ് പാളി വെച്ചതെന്ന ചോദ്യത്തിന് പൂജിക്കാൻ എന്നുള്ള മറുപടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നത്. പക്ഷേ അത് SIT വിശ്വാസത്തിലെടുത്തിട്ടില്ല. അവിടെ ഒരു കൃത്രിമം നടന്നിട്ടുണ്ട്, ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. അപ്പോൾ നാഗേഷിനെ കണ്ടെത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അതിനൊപ്പം തന്നെ ഈ വേർതിരിച്ചെടുത്ത സ്വർണം അത് സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ അത് കൽപേഷ് എന്ന് പറയുന്ന ആൾക്ക് കൈമാറി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. കൽപേഷിന് ഇതിൽ ഈ മൊത്ത ആസൂത്രണത്തിൽ പങ്കുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. അപ്പോൾ കൽപേഷിനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ എത്രത്തോളം വലിയ ഗൂഢാലോചന, അവരാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി? അങ്ങനെ ഓരോ നടപടികളിലേക്കും കാര്യങ്ങളെല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേക അന്വേഷണ സംഘം കടക്കാൻ പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.